ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹൃദയ രാജു തമ്മിലുള്ള കല്യാണം ഇവിടെ നടക്കൂ. ആര് നടത്തും? ഞാൻ നടത്തൂടി. എന്താടി നിനക്ക് സംശയമുണ്ടോ? എന്റെ മോന്റെ കല്യാണം ഞാൻ നടത്തും. ഞാൻ അമ്മായിയമ്മ പോലും മറന്നിട്ട് എത്ര കാലമായെന്നറിയാമോ? എടി, വല്ലപ്പോഴെങ്കിലും അമ്മായിയമ്മ മരുമോളെ 2 വഴക്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് ഈ കാര്യം? എനിക്ക് പോയി ചത്തൂടെ? വന്നല്ലോ പ്രണയക്കിളി. ഞങ്ങളെ നിന്റെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാൻ ഒരു പൊതുയോഗം കൂടുമായിരുന്നു. മോളിരിക്ക്. കല്യാണം നല്ല ഗംഭീരമായിട്ട് നടത്തി തരും. പക്ഷേ ആ ടൗണിലെ വീട് എന്റെ പേരിൽ എഴുതി തരുന്ന കാര്യം മറന്നു പോകരുത്. അത് ഞാൻ മറക്കില്ല. ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം നൈറ്റിന് മുമ്പ് തന്നെ ആ വീടിന്റെ താക്കോൽ എന്റെ കയ്യിൽ തരണം. ഉറപ്പ്. എന്റെ മദർവള ഊറ്റി ഊറ്റി ഇല്ലാതാക്കും. ഒടുവിൽ നമുക്കുള്ളതും കിട്ടാൻ പോണില്ല. 100% കറക്റ്റാ. ഇപ്പോഴേ അമ്മയോട് പറഞ്ഞ് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണം. നിങ്ങൾ ഇങ്ങനെ രണ്ടുപേരും മാറിയിരുന്ന് രഹസ്യം പറഞ്ഞ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാൻ പോവാ. ഞാൻ രാധമ്മയെ കൂടി കാണാനല്ലേ വന്നത്. ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ മോളെ? അല്ല, അമ്മ പറഞ്ഞിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. വിവാഹ മുഹൂർത്തം നിങ്ങൾ കുറിപ്പിക്കുന്നോ അതോ ഞങ്ങള് ജോത്സ്യരെ വെച്ച് കുറിപ്പിക്കണോന്ന് അമ്മ ചോദിച്ചു. അതെങ്ങനെ വേണോ അമ്മേ? അതെങ്ങനെ വേണോന്ന് എന്നോട് ചോദിക്ക്, ഞാൻ പറയാം. അതിന് ചില ആചാരങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. കല്യാണ മുഹൂർത്തം പെണ്ണ് വീട്ടുകാര് കുറിപ്പിക്കണം. അതാണ് അതിന്റെ നിയമം. അത് നല്ല ജ്യോത്സ്യനെ കൊണ്ട് കുറിപ്പിക്കണം. ചില പോഴന്മാരിപ്പ ഇറങ്ങിയിട്ടുണ്ട്, ജ്യോതിഷ ഉടായിപ്പുകള്. അവരെ കൊണ്ടൊന്നും കുറിപ്പിക്കരുത്. അമ്മ പറയുന്ന പോലെ ചെയ്യരുമ്മേ. കാര്യം എവരെനിക്കൊരു മുതു പാറയാണെങ്കിലും ആളൊരു പുലിയാ കേട്ടോ. കല്യാണം അത്രയ്ക്ക് ആർഭാടായിട്ടൊന്നും വേണ്ടെന്ന അമ്മയുടെ അഭിപ്രായം. കല്യാണം കെങ്കേമമാക്കണം. നമുക്ക് കന്യാകുമാരിയിൽ വെച്ച് കല്യാണം നടത്തിയാൽ എന്താ? കന്യാകുമാരി കല്യാണം നടത്തുന്ന നിങ്ങൾക്ക് കടലിൽ ചാടി ചാവാനോ? നീ പോടാ അവിടുന്ന്. ഇനി ഒരു കല്യാണം കൂടെ ഇവിടെ നടത്താനുള്ളൂ. അത് കെങ്കേമമായി നടത്തണം. അല്ലെങ്കിൽ അത് വേണ്ട. കല്യാണം നമുക്ക് ഹൈദരാബാദിൽ വെച്ച് നടത്തിയാലോ? എനിക്ക് അവിടെ ഒരുപാട് പിടിപാടുകൾ ഉള്ളതാ. ഒരുപാട് കമ്പികൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതാണ് അവരെ പിടിപാട്. എവരവിടെ വല്ല സെൻട്രൽ ജയിലിൽ കിടന്നു കാണും. എന്റെ ശിങ്കിടി മുണ്ടൻ ഭഗവാനെ സത്യം, ഇന്ന് ഞാൻ അവനെ കൊല്ലും. വഴക്കൊന്നും വേണ്ട അമ്മേ. കല്യാണം നമുക്ക് ഇവിടെ വെച്ച് തന്നെ നടത്താം. വലിയ ആർഭാടമൊന്നും വേണ്ട. ആരുടെ കല്യാണക്കാരിയാ നിങ്ങളീ പറയണേ? അച്ഛൻ അറിയില്ലേ മകന്റെ കല്യാണ കാര്യം? അച്ഛാ, രാജുവിന്റെയും രമ്യയുടെയും കല്യാണക്കാര്യമാണ് ഞങ്ങളിവിടെ പറഞ്ഞോണ്ടിരുന്നത്. രാജുവിന്റെയും രമ്യയുടെയും കല്യാണക്കാരിയോ? അതാര് തീരുമാനിച്ചു? അച്ഛൻ ഇക്കാര്യത്തിൽ തടസ്സം നിൽക്കണേ എന്തിനാ? രാജുവിന് എന്തായാലും ഒരു കല്യാണം വേണ്ടേ? രാജുവിനൊരു കല്യാണം വേണം. പക്ഷേ രാജുവും രമ്യയും തമ്മിലുള്ള കല്യാണക്കാര്യം ആര് തീരുമാനിച്ചു എന്നാ ഞാൻ ചോദിച്ചത്. അച്ഛനമ്മ വഴക്കൊന്നും പറയരുത്. രാജുവും രമ്യയും തമ്മിലുള്ള കല്യാണം നടത്താമെന്ന്
അമ്മ രുക്മിണി ചേച്ചിക്ക് വാക്ക് കൊടുത്തതാ. നേരാണോടി ഇവനീ പറയണത്? നേരാണോന്ന്? നേരാണ്. ഇവരുടെ കല്യാണം നടത്തി കൊടുക്കാന്ന് ഞാൻ രുക്മിണിക്ക് വാക്കു കൊടുത്തു. എന്നോട് ചോദിക്കാതെയാ? ചോദിക്കാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല. ശ്രീലക്ഷ്മി ഹരീഷിനെ രുക്മിണി അംഗീകരിക്കാമെന്നും ഹരീഷിന് ഷെയർ കൊടുക്കാമെന്നും രുക്മിണി എനിക്ക് വാക്ക് തന്നു. പകരം ഇവരുടെ കല്യാണം നടത്തി കൊടുക്കണമെന്ന അവരുടെ ആവശ്യം ഞാൻ അംഗീകരിച്ചു. എന്നുവെച്ചാ നമ്മുടെ ഇളയ മോളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഒരു മകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി മറ്റൊരു മകന്റെ ജീവിതം ബലി കൊടുത്തു അല്ലേടി? ഞാൻ ചെയ്ത തെറ്റൊന്നും അല്ല. ഞാൻ രാജുവിന്റെ അമ്മയാ. നീ അമ്മയായിക്കോ, പക്ഷെ ഞാൻ അവന്റെ അച്ഛനാണെന്ന കാര്യം നീ മറന്നു കളഞ്ഞു. അല്ലച്ചാ, അതിനെന്തിനാ ഇത്ര ബഹളം ഉണ്ടാക്കുന്നത്? മിണ്ടരുത്. അയ്യോ, ഞാൻ എന്റെ ഭാര്യയോട് സംസാരിക്കുന്നത്. അതിനിടയ്ക്ക് കയറി ഒന്ന് അഭിപ്രായം പറഞ്ഞ സമനില തെറ്റി ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കും. അതിന്റെ പേരില് എന്റെ മകള് കരയാൻ ഇടവരുത്തരുത്. നിങ്ങൾ എന്റെ മരുമകന്റെ അമ്മയാ. എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എടേ, ഈ കല്യാണം നടക്കില്ല. രാജു സ്നേഹിച്ച പെൺകുട്ടി വർമ്മസാറിന്റെ മകള് ഋതികയാണ്. ഋതികയും രാജു തമ്മിലുള്ള കല്യാണം ഇവിടെ നടക്കൂ. ആര് നടത്തും? ഞാൻ നടത്തൂടി. എന്താടി നിനക്ക് സംശയമുണ്ടോ? എന്റെ മോന്റെ കല്യാണം ഞാൻ നടത്തും. രാജുവിനെ പ്രസവിച്ചത് ഞാനാണെങ്കിൽ അവനും ഈ നിൽക്കുന്ന രമ്യയും തമ്മിലുള്ള കല്യാണമേ നടക്കൂ. അതാരൊക്കെ എതിർത്താലും ഞാൻ നടത്തും. അകലെ